അല്ല ചേട്ടാ, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ മോത്തെ, എന്നാക്കിയേ? ഒന്നുമില്ലടാ, ചെറിയൊരു പ്രശ്നം. അല്ല, നിങ്ങൾ നേരത്തെ കിടക്കുമ്പോൾ കുറേ നേരം ഫോൺ റിങ് ചെയ്യുന്ന കേട്ടല്ലോ, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ വരുന്ന കേട്ടിന്. അല്ല, അത് നിങ്ങൾ തിരിച്ചൊന്നും വിളിക്കാത്തേ? അത് നാട്ടിൽ നിന്ന് മോനാ. നാട്ടിൽ നിന്ന് മോനാ? എന്നിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കാത്തേ? വിജയേട്ടാ, നാട്ടിൽ നിന്ന് മോൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും അർജൻറ്റായിട്ടിരിക്കുമല്ലേ വിളിക്കുന്നേ? നിങ്ങൾ വേഗം തിരിച്ചു വിളിക്കേട്ടാ. ആ, വിളിക്കണം. അത് വലിയ കാര്യമില്ല, കാര്യമൊന്നുമല്ല. ചെറിയൊരു പ്രശ്നം. അവനൊരു ഫോൺ വേണമെന്നാണ് പറയുന്നത്. അത് ഐഫോൺ. നോക്കട്ടെ. ഐഫോണാ? അതെന്താ വിജയേട്ടാ, ഓൻ്റെ കയ്യിൽ വേറെ ഫോണൊന്നും ഇല്ലേ? ഫോണൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ പോയ പുതിയ വാങ്ങിക്കൊടുത്തല്ലേ. ഇനിയിപ്പോൾ അവന് ഐഫോണിൻ്റെ വേണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ നിങ്ങൾ വിജയേട്ടാ, ശമ്പളം കിട്ടിയതൊക്കെ തീർന്നു. നാട്ടിലയച്ചു, റൂമിന് വാടക കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആരും കടം വാങ്ങണം, അല്ലെങ്കിൽ പലിശ വേണം. എന്തിന്? ഓന് മൊബൈൽ ഇട്ട് കൊടുക്കണ്ടേ? അത് കിട്ടില്ല, വീട്ടിൽ വലിയ പ്രശ്നമാക്കൂലേ? വിജയേട്ടാ, ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നീ പറയടാ, പറഞ്ഞോ. നമ്മളിലെ വിജയേട്ടാ, ആരെയും ഒന്നും അറിയിക്കാതെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ. അത് ചിലപ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ടായിരിക്കാം. എന്നാലുമില്ലേ, നമ്മുടെ കുട്ടികൾ കുടുംബമൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളരണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കാനില്ലേ, നമ്മളെല്ലാവരും പഠിപ്പിക്കണം. കുടുംബക്കാരെ കുട്ടികളെല്ലാം പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിലേ നമ്മൾ സ്വയം കറോപ്പശുവായി പോകും.